എൻ്റെ ഈ സാമൂഹ്യ മാധ്യമ പോസ്റ്റുകളുടെ അടിയിൽ വന്ന് ഈ പറയുന്നത് പോലെ ചില ഷജറകളായ പരൽ മീനുകൾ ഇങ്ങനെ കമൻറ്റുകളിട്ട് അർമാദിച്ച് ആഹ്ലാദിച്ച് ആസ്വദിച്ച് ഒക്കെ സായുജ്യം അടയുന്നുണ്ട്. അത് ഈ മറ്റിതര സഹോദര സമുദായത്തിൽപ്പെട്ട എൻ്റെ സുഹൃത്തുക്കൾക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അവരൊക്കെ എന്നെ വിളിച്ച് ശ്രദ്ധിക്കണേ, നിങ്ങളുടെ സമുദായം തന്നെ നിങ്ങൾക്കെതിരെ തിരിയുന്നു എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിക്കുന്നുണ്ട് 2 ദിവസമായിട്ട്. ഇന്നലെയൊക്കെ വിളിച്ചു പലരും എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞ് അതിൽ കാര്യമൊന്നുമില്ല, ഈ സമുദായം ഇങ്ങനെ കന്നം തിരിഞ്ഞവർ ഉണ്ട് ഇതിനകത്ത്, അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഷജറകളിലെ പരൽമീനുകളാണ് ഇതിൽ ഈ പറയുന്ന പോസ്റ്റിട്ട് ആഹ്ലാദിക്കുന്നത്. ആ ആഹ്ലാദിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ തഹിയ ഫണ്ട് 35 കോടി ആയതിൻ്റെ സന്തോഷമാണ്. പൊതുവിൽ ഈ സമുദായ സംഘടനകൾക്കെല്ലാം ഉള്ള പ്രത്യേകത, നമ്മളൊക്കെ നിരാശപ്പെടുന്നത് എപ്പോഴാണ്, നമ്മളൊക്കെ സന്തോഷിക്കുന്നത് എപ്പോഴാണ്? സാധാരണക്കാരനായ ഒരു മുസ്ലിം സന്തോഷിക്കുന്നതും നിരാശപ്പെടുന്നതും 2 ഘട്ടത്തിലാണ്. ഒന്ന്, മുസ്ലിം സമൂഹത്തെ ലക്ഷ്യം വെച്ച് ആസൂത്രിതമായി ചിലത് എവിടെയെങ്കിലും ഉണ്ടാവുമ്പോൾ ഈ നമ്മൾ സാധാരണ സന്തോഷിക്കുന്നതും നിരാശപ്പെടുന്നതും എന്ത് കാര്യത്തിലാണ്? മനുഷ്യരാകെ സന്തോഷിക്കുകയും നിരാശപ്പെടുകയും ചെയ്യുന്നത് മനുഷ്യരെ കൊല്ലുക, മനുഷ്യരെ നശിപ്പിക്കുക, പിന്നെ മനുഷ്യർക്ക് നേരെ അക്രമം പ്രവർത്തിക്കുക, മനുഷ്യർ യുദ്ധത്തിൽ മരിക്കുക, തമ്മിലടിക്കുക, ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് സങ്കടം വരുന്നത്. അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ മരിക്കുക, രോഗിയാവുക എന്നൊക്കെ പറയുന്നതാണ് ഈ പൊതു മാനവികതയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ അങ്ങനെ വരുന്നത്. പിന്നെ അതിൽ സന്തോഷം വരുന്നത് എപ്പോഴാണ്? ഒരു യുദ്ധം അവസാനിക്കുന്നു, മനുഷ്യർ സമാധാനത്തിലേക്ക് വരുന്നു, ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നു, നല്ല സന്തോഷത്തിൽ ആളുകൾ ജീവിക്കുന്നു, അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം വരും. നമ്മൾ ആ സന്തോഷം ആഘോഷിക്കാനാണല്ലേ ടൂറിന് പോകുന്നത്, ഓരോ സ്ഥലത്തൊക്കെ പോകുന്നത്. ഇനി സാമുദായികമായി അതിനുള്ളിൽ ചിന്തിച്ചാൽ സാധാരണ നമുക്ക് വിഷമം വരികയും സന്തോഷം വരികയും ചെയ്യേണ്ടത് എപ്പോഴാണ്? ഒരുപാട് മനുഷ്യരിൽ നല്ല ഭക്തി കാണുമ്പോൾ, ആളുകൾ തൻ്റെ വിശ്വാസ പ്രമാണങ്ങളെ ഒരുപാട് പുകഴ്ത്തി പറയുമ്പോൾ, അപ്പോൾ നീ ഒരു മുസ്ലിമാ അല്ലേ, നല്ലതാണ് ഇസ്ലാം, നിൻ്റെ പ്രവൃത്തിയിൽ നിന്ന് ഞാൻ ഇസ്ലാമിനെ അറിയുന്നു, അത് നല്ല അനുഭവമാണ്, എനിക്ക് കുറേ മുസ്ലിം സുഹൃത്തുക്കളുണ്ടായിരുന്നു, അവർ നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ. അല്ലേ ഹിന്ദുക്കളാണെങ്കിൽ അതുപോലെ തന്നെ ഹിന്ദുമതം, അതിൻ്റെ ഒരു സഹിഷ്ണുത, അതിൻ്റെ ഒരു ഭംഗി, ക്രൈസ്തവ മതമാണെങ്കിൽ അങ്ങനെയൊക്കെ കേൾക്കുമ്പോഴാണ് ഒരു വിശ്വാസികൾക്ക് സന്തോഷം ഉണ്ടാകുന്നത്. അവർക്ക് നിരാശ തോന്നുന്നപ്പോഴാണ് ഒരാളിനെ മതം നോക്കി ആക്രമിക്കുക, ഒരു മതത്തെ ഇല്ലാതാക്കുക, ഒരു മതത്തിനെതിരെ ആസൂത്രിതമായ സംഗതി കൊണ്ടുവരിക എന്നൊക്കെ ഉള്ളതാണ്. പക്ഷേ ഈ സമുദായ സംഘടനകൾ, പ്രത്യേകിച്ച് ഈ ഷജറ എന്നൊക്കെ പറയുന്ന വിഭാഗക്കാർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്നത് കാശ് വരുമ്പോഴാണ്. അതിലെ പരൽമീനുകളെല്ലാം തുള്ളിക്കളിക്കുക. അതായത് 30 കോടി വന്നേ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പോൾ അവർ നോക്കുമ്പോൾ ഈ 30 കോടിയൊക്കെ വലിയ കാര്യമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ കുലശേഖരപുരത്താണ് ജീവിക്കുന്നത്. ഞങ്ങളുടെ ഇവിടെ അമ്മയുണ്ടല്ലോ, മാതാമൃതാനന്ദമയി എന്ന് പറയുന്ന അമ്മയുടെ അവിടെ ഈ എന്താ പറയുന്നത് 2 ആഴ്ച വരുന്ന കാശില്ല ഈ കാശ്. എന്നിട്ട് അമ്മയും അമ്മയുടെ ആശ്രമത്തിലെ ആളുകളൊന്നും തുള്ളിക്കളിക്കുന്നൊന്നുമില്ല, അവരിതൊക്കെ കൈകാര്യം ചെയ്ത് പഠിച്ചതാണ്. പക്ഷേ ഇതിൽ തുള്ളിക്കളിക്കാൻ ഇവർക്കൊരു കാരണം ഇവർ കണ്ടെത്തിയിരിക്കുന്നത്, പണ്ട് നമ്മുടെ ജിഫ്രി തങ്ങൾ ഈ തുക അങ്ങോട്ട് വരുന്നില്ല, നമ്മുടെ പിരിവ് തടസ്സപ്പെടുത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തു. ആ വീഡിയോയിൽ പറഞ്ഞു, ഈ എല്ലാ സമുദായ സംഘടനകളിലും തോന്നിയാസം അവസാനിക്കണമെങ്കിൽ ഈ ഇന്ധന ടാപ്പ് പൂട്ടിയാൽ മതിയെന്ന് പറഞ്ഞു. അത് പൂട്ടിയാൽ ഇതെല്ലാം തീരുമെന്ന് പറഞ്ഞു. അക്ഷരാർത്ഥത്തിൽ ഞാൻ പറഞ്ഞത് സത്യമായിരുന്നു. ഇപ്പോൾ ഇവർ പറയുന്നില്ലേ 33 കോടി ആയെന്നൊക്കെ. അന്ന് ജിഫ്രി തങ്ങൾ എപ്പോഴാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതെന്നറിയാമോ? ഈ ആഹ്വാനം ചെയ്തിട്ട് തുക ഇങ്ങോട്ട് വരുന്നില്ല, 2 കോടി 3 കോടിയിലൊക്കെ കിടന്ന് കറങ്ങുക. അപ്പോൾ ആ കറങ്ങുന്നതിൻ്റെ കാര്യം എന്താ? മുസ്ലിം ലീഗുകാർ ബ്രേക്കിൻ്റെ പുറത്തങ്ങ് ചവിട്ടി. മുസ്ലിം ലീഗുകാരെന്ന് പറയുമ്പോൾ ആരാ? KMCCക്കാർ, കാശുള്ള നാട്ടിലെ പിന്നെ പണക്കാർ, ഇത്തരം ആളുകളൊക്കെ. അവർ ചവിട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവരാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇന്ധന സ്രോതസ്. ആരുടെ? സമസ്തയുടെ. അവരങ്ങോട്ട് കാലെടുത്ത് ബ്രേക്കിൻ്റെ പുറത്തങ്ങ് വെച്ചാൽ, കാരണം അവരാണ് ഈ മദ്രസകൾ നടത്തുന്നതിൻ്റെ ചിലവ് വഹിക്കുന്നത്, പള്ളി വരുന്നവർക്ക് ശമ്പളം കൊടുക്കുന്നത്, പിരിവ് കൊടുക്കുന്നത്, സുപ്രഭാതം ഇടുന്നത്. അതല്ലാതെ ഇപ്പോൾ ഇതിനകത്ത് ഈ കമൻ്റ് ഇട്ടേക്കുന്ന ഷജറകൾക്കൊന്നും ശേഷിയില്ലാത്തവരാണ്. ആകെപ്പാട് ഇതിനെ എന്തെങ്കിലും കഴിക്കാൻ ബ്രെഡും ജാമും ഒക്കെ കൊടുക്കുമ്പോൾ ഇരുന്ന് കമൻ്റ് എഴുതുക എന്ന് പറയുന്നൊരു ജോലി മാത്രമേ ഉള്ളൂ ഇവർക്ക്. അല്ല, സ്വന്തം നിലയിൽ പണിയില്ല. പിന്നെ ഇതൊക്കെ കൊണ്ട് നമ്മൾ ഇതിനകത്തൊക്കെ പറയത്തില്ല, എന്താ നമ്മൾ ഈ ഇപ്പം നമ്മൾ ഈ അരിയൊക്കെ ചാക്കിനകത്ത് പാക്ക് ചെയ്യുന്ന പാക്കിംഗ് സെൻറ്ററിൽ അതിനകത്തുനിന്ന് കൊഴിഞ്ഞ് വീഴുന്നത് കൊത്തിപ്പറക്കി തിന്നുന്ന കിളിക്കൂട്ടങ്ങളുണ്ടല്ലോ. അങ്ങനെ കളകളാരവം മുഴക്കുന്ന കിളിക്കൂട്ടങ്ങളാണ് ഇവരൊക്കെ. അപ്പോൾ അങ്ങനെ ലീഗുകാർ ബ്രേക്ക് ചവിട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു? സമസ്തയിലെ പല പാണക്കാട് വിരോധികൾക്കും സാദിഖ് അലി തങ്ങൾ വിരോധികൾക്കും മുസ്ലിം ലീഗ് വിരുദ്ധരായ സഖാക്കൾക്കും ഒക്കെ മനസ്സിലായി, ഇങ്ങനെ ഈ പടം വേവില്ല. സാദിഖ് അലി തങ്ങളെ 1-2 പരിപാടികൾക്ക് വിളിച്ചു, തങ്ങളങ്ങോട്ട് പോയതേ ഇല്ല, കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഒരു സമിതി ഉണ്ടാക്കാൻ തീരുമാനിച്ചത്.
അതായത് നമ്മളെങ്ങും കേട്ടിട്ടില്ല സ്വാഗത സംഘത്തിൻ്റെ ഏകോപന സമിതി. സാധാരണ സ്വാഗത സംഘമാണ്, അതൊക്കെ സ്വന്തം നിലയിൽ അങ്ങ് ഉണ്ടാക്കിക്കൊണ്ട് പോയതാണ് 100-ാം വാർഷികം ആഘോഷിക്കാൻ. അപ്പോൾ സ്വാഗത സംഘത്തിൻ്റെ ഏകോപന സമിതി ഉണ്ടാക്കി. അതിൻ്റെ പ്രസിഡൻ്റായിട്ട്, അതിൻ്റെ ചെയർമാനായിട്ട് MC മായിൻ ഹാജിയെ, നമ്മുടെ ലീഗിൻ്റെ വൈസ് പ്രസിഡൻറ്റിനെ വെച്ചു. എന്നിട്ടോ നാസർ ഫൈസി കൂടത്തായിയെയും പിന്നെ നമ്മുടെ അബ്ദുസമദ് പൂക്കൂട്ടൂരിനെയൊക്കെ അതിൽ ഉൾപ്പെടുത്തി. അപ്പോൾ എന്ത് സംഭവിച്ചു? പെതിയെ ബ്രേക്കിൽ നിന്ന് അവർ കാലെടുത്ത് തുടങ്ങി. അപ്പോൾ ഈ 3-3.5 കോടി എന്നുള്ളത് പതുക്കെ ഇങ്ങനെ പൊങ്ങാൻ തുടങ്ങി. പിന്നെന്ത് ചെയ്തു? സാദിഖ് അലി തങ്ങൾ രംഗത്ത് വന്നു. ദുബൈയിലോ UAE-യിലോ വെച്ച് ഒരു അന്താരാഷ്ട്ര പ്രചരണ സമ്മേളനം നടത്തി. സാദിഖ് അലി തങ്ങൾ അധ്യക്ഷനും ജിഫ്രി തങ്ങൾ ഉദ്ഘാടകനുമായിട്ട് പരിപാടി നടന്നു. സാദിഖ് അലി തങ്ങൾ പ്രത്യക്ഷപ്പെട്ടതോടുകൂടി ലീഗുകാരെല്ലാം പതുക്കെ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലേറ്ററിൽ വെച്ചു. അപ്പോൾ ഇന്ധനം വരാൻ തുടങ്ങിയതാടാ മക്കളെ. അങ്ങനായി 30 കോടിയൊക്കെ വന്നത്. അല്ലാതെ ഈ സാദിഖ് അലി തങ്ങളെയും പാണക്കാടിനെയും മുസ്ലിം ലീഗിനെയൊക്കെ ചീത്ത വിളിച്ചിട്ട് 30 കോടിയൊന്നും കളക്ട് ചെയ്യാനൊക്കത്തില്ലടാ പരൽ മീനുകളെ, കുഞ്ഞി ഷജറകളെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞിടത്ത് തന്നെയാണ് നിൽക്കുന്നത്. വാൽവ് പൂട്ടിയാൽ പണി തീരും. അതിനകത്ത് ഇന്ധനം വരുന്നത് ഈ പറഞ്ഞ KMCC-ക്കാരെ കയ്യിൽ നിന്നും മറ്റുള്ളവരുടെ കയ്യിൽ നിന്നുമൊക്കെ. അതുകൊണ്ട് അത് കുറേ ആപ്പിനകത്ത് അടിച്ചിട്ടേച്ച് 33 കോടിയായി അനിൽ മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കോടി കണ്ടെന്നും സന്തോഷമോ നിരാശയോ വരികയൊന്നും ചെയ്യുന്ന ആളല്ല. അതിൽ കൃത്യമായ ഈ ഓപ്പറേഷനാണ് ഇതെത്തിച്ചത്. ഇല്ലെങ്കിൽ 3, 4, 5 കിടന്ന് കറങ്ങിയേനെ, വട്ടം കറങ്ങിയേനെ.